ദൈവകൃപയുടെ 365 ദിവസങ്ങളെന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായനാ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 113 ദിവസം. എസ്രയുടെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. പ്രവാസികളുടെ തിരിച്ചുവരവിനെക്കുറിച്ചും തകർന്ന ദേവാലയം പുനർനിർമ്മാണം തുടങ്ങുന്നതുമെല്ലാം നമ്മൾ ഈ വചനഭാഗത്ത് വായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവൻ്റെ ഈ വചനം വായിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസ്രയുടെ പുസ്തകം 1 അധ്യായം. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമ്യായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവനൊരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു: സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദയായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിന്റെ നിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവനവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദയായിലെ ഭരണാധിപനായ ഷെസ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണച്ചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ. സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളാകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. എസ്രയുടെ പുസ്തകം 2 അധ്യായം. തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹെമിയ, സെറായിയ, റയലയ, മൊർദെഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹൂം, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പാറോഷിന്റെ പുത്രന്മാർ 2172, ഷെഫാത്തിയായുടെ പുത്രന്മാർ 372, ആരായുടെ പുത്രന്മാർ 775, പഹത് മോവാബിന്റെ അതായത് യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812, ഏലാമിന്റെ പുത്രന്മാർ 1254, സാത്തുവിന്റെ പുത്രന്മാർ 945, സക്കായിയുടെ പുത്രന്മാർ 760, ഭാനായിയുടെ പുത്രന്മാർ 642, ബേബായിയുടെ പുത്രന്മാർ 623, അസ്ഗാദിന്റെ പുത്രന്മാർ 1262, അദോനിഖാമിന്റെ പുത്രന്മാർ 626, ബിഗ്വായിയുടെ പുത്രന്മാർ 2056, അദീനിന്റെ പുത്രന്മാർ 454, അത്തേറിന്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98, ബേസായുടെ പുത്രന്മാർ 323, യോറായുടെ പുത്രന്മാർ 112, ഹാഷുമിന്റെ പുത്രന്മാർ 263, ഗിബ്ബാറിന്റെ പുത്രന്മാർ 95. ബേത്ലഹേമിലെ ആളുകൾ
123, നെത്തോഫായിലെ ആളുകൾ 56, അനാത്തോത്തിലെ ആളുകൾ 128, അസ്മാവ്യത്തിലെ ആളുകൾ 42, കിരിയാതാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743, റാമായിലെയും ഗേബായിലെയും ആളുകൾ 621, മിക്മാസിലെ ആളുകൾ 122, ബഥേലിലെയും ആയിലെയും ആളുകൾ 223, നെബോയിലെ ആളുകൾ 52, മക്ബീഷിലെ ആളുകൾ 156, മറ്റേ ഏലാമിലെ ആളുകൾ 1254, ഹാരാമിലെ ആളുകൾ 320, ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725, ജെറീക്കോയിലെ ആളുകൾ 345, സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ: യെശുവയുടെ കുടുംബത്തിലെ യെദായയുടെ പുത്രന്മാർ 973, ഇമ്മറിന്റെ പുത്രന്മാർ 1052, പഷ്ഹൂറിന്റെ പുത്രന്മാർ 1247, ഹാരിമിന്റെ പുത്രന്മാർ 1017. ലേവ്യർ: ഹോദാവിയായുടെ പുത്രന്മാരായ യെശുവയുടെയും കദ്മിയേലിന്റെയും പുത്രന്മാർ 74. ഗായകർ: ആസാഫിന്റെ പുത്രന്മാർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ: ഷല്ലൂം, അത്തേർ, തൽമോൻ, അക്കൂബ്, ഹത്തിത, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ: സീഹ, ഹസൂഫ, താബാവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗസ്സാം, ഉസ, പസേയ, ബസായ്, ആസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമന്റെ ഭൃത്യന്മാരുടെ മക്കൾ: സോത്തായ്, ഹസോ ഫറേത്ത്, പൊറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷഫാത്തിയ, ഹത്തീൽ, പോക്കേറത്ത്, ഹസേബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബം ഏതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ധലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹാബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലെയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിൽ ആകെ 42,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസിദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർകഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന
61,000 ദാരിക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലിയരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം. ബലി സമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7-ാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിന്റെ പുത്രനായ യെശുവ സഹപുരോഹിതന്മാരോടും ഷയാൽതീയേലിന്റെ പുത്രൻ സെറുബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്നവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി സമർപ്പിച്ചു. അവർ കൂടാര തിരുനാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭിഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ മാർഗം ദേവദാരു കൊണ്ടുവരാൻ സിദിന്യർക്കും ടയർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ 2-ാം വർഷം 2-ാം മാസം ഷയാൽതീയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യെശുവയും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു. കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ 20-ഉം അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യെശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനദാദിന്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു. കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തു വിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവ്യരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം. ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ്. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദയായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർഹദ്ദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ സെറുബാബേലും യെശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ദാരിയൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസ്വേരൂസിന്റെ ഭരണം ആരംഭിച്ചപ്പോൾ
അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താക്സർക്സസിന്റെ കാലത്തും ബിഷ്ലാം, മിത്രദാത്ത്, താബേൽ എന്നിവരും അനുയായികളും രാജാവിന് എഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവും ഉണ്ടായിരുന്നു. സേനാപതി റഹൂം, കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹൂം, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനപതികൾ, പേർഷ്യക്കാർ, ഏറെക്കിലെ ജനങ്ങൾ, ബാബ്ലോൺകാർ, ഏലാമ്യരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഓസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറമുള്ള ദേശത്തും വസിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിന്റെ പകർപ്പാണ് ഇത്. അർത്താക്സർക്സസ് രാജാവിന് നദിക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്തുനിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ അതിന്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർക്ക് അപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്നറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരമറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ടേ മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരെയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കില്ലെന്നറിഞ്ഞാലും. രാജാവ് മറുപടി അയച്ചു. സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരെയുള്ള മറ്റു ദേശത്തും വസിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി. നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്. വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായിത്തീരും. അർത്താക്സർക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ 2ാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം. ദേവാലയത്തിന്റെ പണി തുടരുന്നു. പ്രവാചകന്മാരായ ഹഗ്ഗായിയും ഇദ്ദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യൂദായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു. ഷയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യെശുവയും ജെറുസലേമിൽ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു. ദൈവത്തിന്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു. നദിക്കക്കരെയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷെത്താർ ബസാനിയയും അനുയായികളും അവരോട് ചോദിച്ചു, ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? കെട്ടിടം പണിയുന്നവർ ആരൊക്കെയെന്നും അവർ തിരക്കി. എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യൂദാശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നവരെ അവർ തടയപ്പെട്ടില്ല. നദിക്കക്കരെയുള്ള പ്രദേശത്തിന്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബസാനിയായും ഉപ അധിപതികളും കൂടി ദാരിയൂസ് രാജാവിന് അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു. ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ. അങ്ങ് അറിഞ്ഞാലും ഞങ്ങൾ യൂദാദേശത്ത് അത്യുന്നത ദൈവത്തിന്റെ ആലയത്തിൽ പോയി. അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത്. ഉത്തരം വച്ചു കഴിഞ്ഞു. പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു. അവരുടെ മറുപടി ഇതായിരുന്നു: ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണി തീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽദായനായ ബാബിലോൺ രാജാവ് നബൂഖദ്നേസറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ 1-ാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. നബൂഖദ്നേസർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷെഷ്ബസാറിനെ ഏൽപ്പിച്ചു. സൈറസ് അവനോട് കൽപ്പിച്ചു, ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലെ ആലയത്തിൽ വയ്ക്കുക. ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ. ഷെഷ്ബസാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. അന്നു മുതൽ പണി നടക്കുന്നു, ഇന്നും പൂർത്തിയായിട്ടില്ല. അതിനാൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും.